കലൂരിലെ PMLA കോടതിയിൽ ED കൊടുത്തിരിക്കുന്ന കുറ്റപത്രം വളരെ വിചിത്രമായൊരു കുറ്റപത്രമാണ്. ഞാൻ ആ കുറ്റപത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് ഈ പണം കൊണ്ടുവന്നു, ആരിലേക്ക് ഈ പണം കൊണ്ടുപോയി, ഈ രണ്ട് ചോദ്യങ്ങളും അതിലില്ല. പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം EDക്ക് കൊടുത്തതാണ്. അതിൽ പരാമർശിക്കുന്ന പ്രതികളെ ആരെയും തന്നെ വിശദമായി മൊഴിയെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനോ തീരുമാനിച്ചിട്ടില്ല. BJP എന്നൊരു പേര് പോലും EDയുടെ കുറ്റപത്രത്തിലില്ല. കൊടകര കെടുത്തിയോ? അല്ല, കൊടകര കെടുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ അത്ഭുതകരമായൊരു കണ്ടെത്തലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നത്. നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഈ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതും. നോക്കൂ, ഇപ്പോൾ എന്താണ് EDയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്? ED കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു റോബറി കേസ് മാത്രമാണ് എന്നാണ്, അല്ലേ? അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ED അത് കണ്ടെത്തിയിരിക്കുന്നത്? ഒന്നാമതായി ED പറയുന്നത് ധർമ്മരാജൻ ആലപ്പുഴയിലുള്ള ട്രാവൻകൂർ പാലസുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി, അത് ആ ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. ആരതാണ് ഈ ട്രാവൻകൂർ പാലസ്? ഈ ട്രാവൻകൂർ പാലസിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആരാണ്? BDJSൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം NDAയുടെ സഖ്യകക്ഷിയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും കേരള പോലീസ് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന BJPക്കെതിരായിട്ടൊരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ലല്ലോ. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഡീലിനായി ധർമ്മരാജൻ ഈ പൈസയുമായി യാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി അത് കണ്ടസ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. അങ്ങനെ കണ്ടസ്റ്റ് ചെയ്താൽ BJP പ്രതിസന്ധിയിലായി. ധർമ്മരാജനും BJP ആയിട്ടുള്ള ബന്ധം ഇതുവരെ BJP നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് നടത്തിയിട്ടുള്ള ഒരു യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൊരു കവർച്ച മാത്രമാണിത് എന്ന് ED അത്ഭുതകരമായി കണ്ടെത്തുന്നു. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയോട് സംസാരിച്ചിട്ടുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ 3.5 കോടി രൂപ അത് ലീഗലി ക്ലെയിം ചെയ്തിരിക്കുകയാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ, അല്ലേ, ധർമ്മരാജൻ. അപ്പം ആ 3.5 കോടി രൂപയുടെ സോഴ്സ് എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ല. അതിനുള്ള മറുപടി എന്താ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ? അത് അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല, ഇൻകം ടാക്സ് ആണെന്നാണ്. എന്നിട്ട് ചുരുക്കത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് ആ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലായത് ധർമ്മരാജൻ പോയി EDയോട് പറഞ്ഞിരിക്കുന്നു, ഞാനൊരു 3.5 കോടി രൂപ ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ പൈസയുമായി അയാൾ ചേർത്തലയിലേക്ക് യാത്ര ചെയ്തു, അവിടെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കിടയിൽ ഒരു കവർച്ച സംഭവിച്ചു, ആ കവർച്ചയിൽ എനിക്ക് പൈസ നഷ്ടമായി. ഇത് ധർമ്മരാജൻ്റെ ഒരു മൊഴിയാണ്. അത് അതേപടി ED അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് 4 മാസം നീണ്ടുന്ന ഒരു അന്വേഷണം നടത്തിയല്ലോ. ആ 4 മാസം നീണ്ടുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ EDയുടെ ഈ റിപ്പോർട്ടിലില്ലല്ലോ. എന്ന് മാത്രമല്ല, അതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇനി അവസാനം നമ്മൾ കണ്ടത് എന്താണ്? തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലാണ്. തിരൂർ സതീഷുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇതൊന്നും തന്നെ അവരുടെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പരിധിയിൽ വരുന്ന ഒരു കേസിൽ അവർ നടത്തിയിരിക്കുന്നൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പൂർണ്ണമായും വളരെ നിഷ്കളങ്കമായി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് ഈ 3.5 കോടി രൂപയൊന്നും ലിക്വിഡ് ക്യാഷായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ തന്നെ കഴിയില്ല. നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ കഴിയുന്ന കാശിന് തന്നെ ഒരു പരിധിയുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഡീലിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഡീല് ലിക്വിഡ് ക്യാഷ് കൊടുത്തല്ല നടത്തുന്നത്. അതൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കൃത്യമായി ഓൺ റെക്കോർഡ് രീതിയിലാണ് അത് നടത്തുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, ഇതിനപ്പുറത്ത് എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് കൊടുക്കാനുള്ളത്? അല്ലെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടുത്തെ BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ പ്രചാരണത്തിനോ ഒക്കെ ആയിട്ട് കുറേ കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവന്നുവെന്നും ആ കള്ളപ്പണം കേരള പോലീസ് പിടിച്ചെടുത്തു എന്നും അതെല്ലാം ശരിയാണ് എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ 2021 8-ാം മാസത്തിലാണ്, അതായത് 4 മാസം കഴിഞ്ഞ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 4 മാസം കഴിയുമ്പോൾ ഈ കേസ് അന്വേഷണം നടത്തിയ കേരള പോലീസിൻ്റെ ACP ആയിട്ടുള്ള VK രാജു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ IT-ക്കും ഇൻകം ടാക്സിനും ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തയച്ചതിന് ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിനിടയ്ക്ക് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇത്തരം ഒരു മനോഹരമായ കണ്ടെത്തൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ കേസ് അങ്ങനെ അങ്ങ് പോകില്ല എന്ന് പറയുന്നത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് PMLA കോടതിയിലാണ്. എന്നാൽ കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ. കേരള പോലീസ് അന്വേഷണം നടത്തുകയും 4 മാസം 110 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക, അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് തൃശ്ശൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. തൃശ്ശൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അങ്ങ് എടുത്ത് കളയാൻ കഴിയില്ലല്ലോ. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ ഇത് കുഴൽപ്പണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ ഈ അന്വേഷണം ഞങ്ങളിത് എടുത്ത് കളയുന്നു എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ലല്ലോ. കോടതിയിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ കറസ്പോണ്ടിങ് എവിഡൻസും ഒരു കുറ്റപത്രമായി അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ
സമർപ്പിച്ച കുറ്റപത്രം കോടതിക്ക് എടുക്കേണ്ടി വരും. കോടതിക്ക് എടുക്കേണ്ടി വരുമ്പോൾ കോടതിക്കെതിരെയൊക്കെ സമ്മൺ ചെയ്യേണ്ടി വരും. സമ്മൺ ചെയ്തതിന് ശേഷം വിചാരണ നടത്തേണ്ടി വരും. ഈ കേസ് അങ്ങനെ വെറുതെ പോവില്ല. PMLA കോടതിയിൽ കൊണ്ടുപോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അവസാനിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ദുരൂഹതകളാണുള്ളത്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മലയാളികൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത് ധർമ്മരാജൻ ഒരു പ്രോപ്പർട്ടി ഡീൽ നടത്താൻ വേണ്ടിയിട്ട് 3.5 കോടി രൂപയുമായി പോയപ്പോൾ ഒരു റോബറി നടക്കുകയും അങ്ങനെ കുറച്ച് പേര് പൈസ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതിനകത്ത് കള്ളപ്പണവുമില്ല, കള്ളപ്പണം വെളുപ്പിക്കലുമില്ല എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ കേരള പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? അതൊരു ഭയങ്കരമായ ക്രൈം ത്രില്ലർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചിരിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേരളത്തിൽ എന്താ പറയുക, കേരളത്തിലെ മൊത്തം മലയാളികളെയും പിന്നെ പറ്റിക്കുന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് കേരള പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്ന് മാത്രമല്ലല്ലോ, രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി BJP, ആ BJP എന്ന് പറയുന്ന പാർട്ടിയെ കളങ്കം ചാർത്തുന്നൊരു റിപ്പോർട്ടല്ലേ കേരള പിന്നെ പോലീസ് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കേസാണോ അത്? നോക്കൂ, ഇവിടെ കേരള പോലീസ് അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നത് എന്താ? 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്നല്ലേ പരാതി കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ ദിവസമാണല്ലോ പരാതി കൊടുത്തത്. 3 ദിവസം കഴിഞ്ഞിട്ട് 25 ലക്ഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മേളിൽ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് പോലീസ് ഒരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത്. എത്രയാണ്? 1,50,00,000 രൂപ, 58 ലക്ഷം രൂപയുടെ റിക്കവറി പോലീസ് നടത്തുന്നു അല്ലേ? ഈ പറയുന്ന ആളുകളെ പിടിച്ചിട്ട് 1.58 കോടിയുടെ റിക്കവറി നടത്തുന്നു. അതുകൂടാതെ ഗോൾഡ് പിടിക്കുന്നു, മൊബൈൽ ഫോൺ പിടിക്കുന്നു, വാച്ച് പിടിക്കുന്നു, അതുപോലെ തന്നെ ബാങ്കിൽ ഇട്ടിട്ടുള്ള 57 ലക്ഷം രൂപയും കണ്ട് അതിൻ്റെ റെക്കോർഡ്സ് പിടിക്കുന്നു. അത്തരത്തിലൊരു 3.5 കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന് കേരള പോലീസ് പിന്നെ കണ്ടെത്തുമ്പോഴാണ് ധർമ്മരാജൻ അത് ക്ലെയിം ചെയ്യുന്നത്. അത് തന്നെ എപ്പോഴാണ് ക്ലെയിം ചെയ്യുന്നത്? അതിനുശേഷം ധർമ്മരാജൻ എന്താ കേരള പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്? ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നത് 41,40,00,000 രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നത്. അത് കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അത് തന്നിരിക്കുന്ന അവിടുത്തെ ഒരു MLC ആണ്. ആ പൈസയുമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സേലത്ത് വെച്ച് 4.40 കോടി അല്ലേ, 4,40,00,000 രൂപ വേറെ രീതിയിൽ റോബറി ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുമായിട്ട് വന്നിട്ട് ഇവിടെ ഓരോ സ്ഥലത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ആളുകളുടെ പേരുകളുണ്ട്. അത് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ അന്നത്തെ അധ്യക്ഷനും അതേപോലെ തന്നെ M. ഗണേഷ് എന്ന് പറയുന്ന സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞിരിക്കുകയാണ് ആരുടെ പോലീസിൻ്റെ റിപ്പോർട്ടിനകത്ത്. മൊഴിയായിട്ട് തന്നെ ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പോലീസ് ഒരു പരിശോധന നടത്തിയല്ലോ. ആ പോലീസ് പരിശോധന നടത്തിയപ്പോൾ എന്താ കണ്ടത്? CDR അടക്കമായിട്ടോ, കോൾ റെക്കോർഡ്സ് അടക്കമാണ് ഈ പറയുന്ന പിന്നെ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4:50 ഈ സംഭവം നടക്കുന്നു. 5:30 10-20 BJP നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. തുടർച്ചയായ കോൾസാണ് ആ പോയിരിക്കുന്നത്. എന്ന് മാത്രമല്ല K. സുരേന്ദ്രനെ വിളിച്ചിട്ടുണ്ട്, K. സുരേന്ദ്രൻ്റെ മകനെയും വിളിച്ചിട്ടുണ്ട്. K. സുരേന്ദ്രൻ എന്തിനാണ് പോലീസ് വിളിപ്പിച്ചത്? പോലീസ് വിളിപ്പിച്ച ഈ CDRൻ്റെ അടിസ്ഥാനത്തിലാണെന്നേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളെയും വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എന്താ പറഞ്ഞത്? സാക്ഷികളായിട്ടാണ് വിളിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സാക്ഷികൾ നാളെ പ്രതികളാകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് അദ്ദേഹം നിയമസഭയിൽ ഓൺ റെക്കോർഡായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആളുകളെ വിളിച്ച് പരിശോധിക്കുകയും വളരെ വിശദമായൊരു റിപ്പോർട്ട് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്തല്ലോ. എവിടെയൊക്കെ പണം കൊടുത്തു? കാസർഗോഡ് കൊടുത്തു, കണ്ണൂർ കൊടുത്തു, കോഴിക്കോട് കൊടുത്തു, ആലപ്പുഴ കൊടുത്തു, തിരുവനന്തപുരം കൊടുത്തു. എവിടെ കൊടുക്കാതിരുന്നു മാത്രം ചോദിച്ചാൽ മതി. എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ കൃത്യമായി എത്ര രൂപ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, ആരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് പിന്നെ SITയുടെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ തൃശ്ശൂർ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കപ്പെടണ്ടേ? ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് PMLA കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് കള്ളപ്പണമല്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്താൽ അവസാനിക്കുന്നതാണോ കൊടകരയിലെ പ്രശ്നം? ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. എങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിച്ചത് VK രാജുവാണ്. ഇദ്ദേഹമാണ് പിന്നെ എല്ലാവർക്കും കത്തെഴുതിയിരിക്കുന്നത്. 3 പിന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും കത്തെഴുതിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയിട്ടുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്തെഴുതിയിട്ടുണ്ട്, ഇൻകം ടാക്സിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ 3 വകുപ്പുകൾക്കും കത്തെഴുതുകയും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ. കോടതി കേസെടുക്കണം VK രാജുവിനെതിരെ. VK രാജുവിനെതിരെയും കേരള പോലീസിനെതിരെയും കേസെടുക്കണ്ടേ? കാരണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഇത്തരത്തിൽ മോശമാക്കുന്നു. മോശമാക്കുക മാത്രമല്ല, കളങ്കിതരാക്കുന്നു, പൊതുജന മധ്യത്തിൽ കളങ്കിതരാക്കുന്നു. ആ അർത്ഥത്തിൽ തെറ്റായൊരു കഥയുണ്ടാക്കി, കഥ മെനഞ്ഞ് അവരെ മുഴുവൻ കളങ്കിതരാക്കുന്ന കേരള പോലീസിനോട് കോടതി വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഈ VK രാജുവിനെയും അതുപോലെ തന്നെ കേരള പോലീസിനെതിരെയും കോടതി സ്വമേധയാ കേസെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല PMLA കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു പിന്നെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് PMLA കോടതിയിലിരിക്കും. എന്നാൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തൃശ്ശൂർ കോടതിയിലാണുള്ളത്, സെഷൻസ് കോടതിയിലാണുള്ളത്. ആ കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ ആ കോടതിക്ക് ഈ പറയുന്ന ആളുകളെ മുഴുവൻ സമ്മൺ ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ പിന്നെ തെളിവുകളും കോടതിയിൽ പോലീസിന് ഹാജരാക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിചാരണകൾ നടക്കും. അതിനുശേഷം നമുക്ക് കാണാമെന്നേ, അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ PMLA കോടതിയിൽ കൊടുത്തിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ ഞാൻ അത്ഭുതമൊന്നും കാണുന്നില്ല. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കത്തില്ല. കൊടകരയോടനെ ഒന്നും കെടാനും പോകുന്നില്ല. ഈ കാര്യത്തിൽ വിചാരണയും മുന്നോട്ടുള്ള നിയമ നടപടികളും ഒക്കെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.